18 വയസ്സ് കഴിഞ്ഞും ഉയരം കൂട്ടാം. ശാസ്ത്രം പറയുന്ന രഹസ്യങ്ങൾ. ആരും പറയാത്ത ആ സത്യം. നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുധാരണയുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 1 മില്ലിമീറ്റർ പോലും ഉയരം കൂടില്ല എന്ന്. ജനിതകമായി കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ കല്ലുപോലെ മാറ്റമില്ലാത്ത ഒന്നാണോ? ഒരിക്കലുമല്ല. നമ്മുടെ എല്ലുകൾ ലിവിംഗ് ടിഷ്യൂസ് ആണ്. അവയ്ക്ക് മാറാനും വളരാനും സാധിക്കും. ലോകപ്രശസ്തനായ ആം റെസ്ലർ ഡെവോൺ ലാരറ്റിന്റെ കാര്യം നോക്കൂ. അദ്ദേഹത്തിന്റെ വലത് കൈയിന്റെ നീളം ഇടത് കൈയിനേക്കാൾ കൂടുതലാണ്. ഇത് ജനിച്ചപ്പോഴേയുള്ള പ്രത്യേകതയല്ല, മറിച്ച് വർഷങ്ങളോളം ആ കൈയിൽ കൊടുത്ത സമ്മർദ്ദം അഥവാ മെക്കാനിക്കൽ സ്ട്രെസ് കാരണം എല്ലുകൾ നീളം വെച്ചതാണ്. ഇതിനെ ശാസ്ത്രീയമായി വൂൾഫ്സ് ലോ എന്ന് വിളിക്കുന്നു. അതായത്, നിങ്ങൾ നിങ്ങളുടെ എല്ലുകൾക്ക് എങ്ങനെയുള്ള സമ്മർദ്ദമാണോ നൽകുന്നത്, അതിനനുസരിച്ച് അവ രൂപമാറ്റം വരുത്തും. നിങ്ങൾ 20 വയസ്സുകാരനോ 25 വയസ്സുകാരനോ ആകട്ടെ, ശാസ്ത്രീയമായ ചില രീതികളിലൂടെ 2 മുതൽ 3 ഇഞ്ച് വരെ ഉയരം വർദ്ധിപ്പിക്കാൻ ഇന്നും സാധ്യതയുണ്ട്. ആ വിദ്യകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രധാന പോയിന്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന വലിയൊരു അവസരത്തെക്കുറിച്ച് പറയട്ടെ. പലരും ചോദിക്കാറുണ്ട്, ജിമ്മിൽ പോകാതെ എങ്ങനെ നല്ലൊരു ശരീരം നിർമ്മിക്കാമെന്ന്. ഇതിനായി ഞാൻ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന ഒരു ഓൺലൈൻ വീഡിയോ കോഴ്സ് നിലവിലുണ്ട്. ഇതിന്റെ യഥാർത്ഥ വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നതിനായി ഒരു പ്രത്യേക ഓഫർ ഞാൻ നൽകുന്നു. നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് വെറും 89 രൂപയ്ക്ക് എടുക്കുന്നവർക്ക് ഈ 3999 രൂപ വിലയുള്ള കോഴ്സ് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും. വെറും 89 രൂപയ്ക്ക് ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളിലൂടെ മസിൽ വളർത്താനും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുമുള്ള എല്ലാ വിദ്യകളും നിങ്ങൾക്ക് പഠിക്കാം. ഉയരം കൂട്ടാനുള്ള പരിശ്രമങ്ങൾക്കൊപ്പം ഈ കാലിസ്തനിക്സ് പരിശീലനം കൂടിയുണ്ടെങ്കിൽ റിസൾട്ട് ഇരട്ടിയാകും. താൽപ്പര്യമുള്ളവർ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1-ാം ഭാഗം, ഗ്രോത്ത് പ്ലേറ്റുകളുടെ രഹസ്യം. ഗ്രോത്ത് പ്ലേറ്റ്സ്. ഉയരം കൂടുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പിഫൈസിയൽ പ്ലേറ്റുകൾ അഥവാ ഗ്രോത്ത് പ്ലേറ്റുകളാണ്. നമ്മുടെ നീളമുള്ള എല്ലുകളുടെ അറ്റത്താണ് ഇവ കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 18 മുതൽ 20 വയസ്സിനുള്ളിൽ ഈ പ്ലേറ്റുകൾ ഫ്യൂസ് ആവുകയോ അടഞ്ഞു പോവുകയോ ചെയ്യും. ഇതടഞ്ഞാൽ പിന്നെ സ്വാഭാവികമായ വളർച്ച പ്രയാസമാണ്. പക്ഷെ എല്ലാവരിലും ഇത് ഒരേ പ്രായത്തിലല്ല സംഭവിക്കുന്നത്. പലരിലും 23-25 വയസ്സുവരെ ഈ പ്ലേറ്റുകൾ തുറന്നിരിക്കാറുണ്ട്. ഗ്രോത്ത് പ്ലേറ്റുകൾ നേരത്തെ അടഞ്ഞു പോകുന്നതിന് പ്രധാന കാരണം ഈസ്ട്രോജൻ എന്ന ഹോർമോണാണ്. ആൺകുട്ടികളെക്കാൾ വേഗത്തിൽ പെൺകുട്ടികൾക്ക് ഉയരം നിൽക്കാൻ കാരണവും ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിലെ ഈസ്ട്രോജൻ കുറയ്ക്കുകയും ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഈസ്ട്രോജൻ കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സോയ് ഫുഡ്സ് ഒഴിവാക്കുക. സോയാബീൻ, സോയ് മിൽക്ക് എന്നിവയിൽ ഫൈറ്റോ ഈസ്ട്രോജൻ അടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസിനെ ബാധിച്ചേക്കാം. വിയർക്കുന്നത് ശീലമാക്കുക. കഠിനമായി അധ്വാനിക്കുമ്പോൾ ശരീരം അമിതമായ ഈസ്ട്രോജനെ പുറന്തള്ളുന്നു. ലോവർ ബോഡി എക്സസൈസസ്, ഓട്ടം, സ്പ്രിന്റിംഗ്, സ്കിപ്പിംഗ് എന്നിവ ശീലമാക്കുക. ഇത് ടെസ്റ്റോസ്റ്ററോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഭക്ഷണം. സിങ്കും പ്രോട്ടീനും അടങ്ങിയ മുട്ട, മാംസം, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. 2-ാം ഭാഗം, അഡാപ്റ്റീവ് റീമോഡലിംഗ് ആൻഡ് സൈക്ലിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ജിറാഫുകൾക്ക് ഇത്ര നീളമുള്ള കഴുത്ത് എന്ന്? അവ കാലങ്ങളായി മുകളിലുള്ള ഇല തിന്നാൻ വേണ്ടി കഴുത്തു നീട്ടിയതുകൊണ്ട് അവയുടെ എല്ലുകൾ ആ സ്ട്രെച്ചിനോട് പൊരുത്തപ്പെടുകയും നീളം വെച്ചുകയും ചെയ്തതാണ്. ഇതേ തത്വം നമുക്കും പരീക്ഷിക്കാം. ഇതിനെയാണ് അഡാപ്റ്റീവ് റീമോഡലിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനായി ഏറ്റവും മികച്ച മാർഗം സൈക്ലിംഗ് ആണ്. പക്ഷേ സാധാരണ പോലെ സൈക്കിൾ ചവിട്ടിയാൽ പോരാ. സീറ്റ് ഉയർത്തി വെക്കുക. നിങ്ങളുടെ സൈക്കിളിന്റെ സീറ്റ് പരമാവധി ഉയരത്തിൽ ക്രമീകരിക്കുക. പെഡൽ താഴെ എത്തുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടുകൾ മടങ്ങാതെ നേരെയിരിക്കണം. മൈക്രോ സ്ട്രെച്ചിങ്. ഇങ്ങനെ ചവിട്ടുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ കാലിലെ എല്ലുകളിൽ ചെറിയ രീതിയിലുള്ള വലിച്ചിൽ അനുഭവപ്പെടും. തുടർച്ചയായി മാസങ്ങളോളം ഇത് ചെയ്യുമ്പോൾ എല്ലുകൾക്ക് നീളം വെക്കാൻ ശരീരം നിർബന്ധിതമാകും. 3-ാം ഭാഗം, മസായ് ഗോത്രവർഗക്കാരും മൈക്രോ ഫ്രാക്ചറും. ആഫ്രിക്കയിലെ മസായ് ജനതയെ നോക്കൂ. അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി അവർ നിരന്തരം മുകളിലേക്ക് കുതിച്ചു ചാടാറുണ്ട്. ശാസ്ത്രീയമായി നോക്കിയാൽ കുതിച്ചു ചാടുമ്പോൾ നമ്മുടെ ഷിൻ ബോണിൽ വളരെ ചെറിയ വിള്ളലുകൾ അഥവാ മൈക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടായേക്കാം. ശരീരം ഈ വിള്ളലുകൾ ഉണക്കുമ്പോൾ എല്ലിന് അല്പം കൂടി നീളം കൂടാനുള്ള സാധ്യതയുമുണ്ട്. എങ്ങനെ സുരക്ഷിതമായി ചെയ്യാം? ഒറ്റയടിക്ക് കഠിനമായ ചാട്ടങ്ങൾ പാടില്ല. ദിവസവും 30 തവണ വീതം 3 സെറ്റ് വെർട്ടിക്കൽ ജമ്പുകൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നല്ല കുഷ്യനുള്ള ഷൂസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇത് സൈക്ലിങ്ങിനൊപ്പം ചെയ്യുമ്പോൾ
എല്ലുകളുടെ റീമോഡലിംഗ് വേഗത്തിലാകും. 4-ാം ഭാഗം പോഷകാഹാരങ്ങൾ, ന്യൂട്രീഷണൽ ഫൗണ്ടേഷൻ. ശരീരത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകാതെ വളർച്ച പ്രതീക്ഷിക്കരുത്. വൈറ്റമിൻ ഡി, സൂര്യപ്രകാശം. വൈറ്റമിൻ ഡി ഇല്ലാതെ ശരീരം കാൽസ്യം ആഗിരണം ചെയ്യില്ല. ദിവസവും രാവിലെ 20 മിനിറ്റ് വെയിൽ കൊള്ളുക. ബോറോൺ, ഇതൊരു മൈക്രോ ന്യൂട്രിയന്റ് ആണ്. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പുകൾ, അവക്കാഡോ എന്നിവയിൽ ഇത് ധാരാളമുണ്ട്. ഇത് വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. സ്ലീപ്പ്, ഉറക്കത്തിലാണ് നമ്മുടെ ശരീരം ഗ്രോത്ത് ഹോർമോണുകൾ അഥവാ HGH ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 8 മണിക്കൂർ ആഴത്തിലുള്ള ഉറക്കം ഉറപ്പാക്കുക. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, മാറ്റം തുടങ്ങുന്നത് ഉള്ളിൽ നിന്ന്. സുഹൃത്തുക്കളെ, ഇതെല്ലാം കേവലം വ്യായാമങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. എന്റെ പ്രായം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവർക്ക് ഒന്നും നേടാനാവില്ല. എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ പരിശ്രമിക്കാൻ തയ്യാറുള്ളവർക്ക് മാറ്റങ്ങൾ അസാധ്യമല്ല. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന മാന്ത്രിക വിദ്യയല്ല, മറിച്ച് മാസങ്ങളുടെ കഠിനാധ്വാനം ആവശ്യമായ പ്രക്രിയയാണ്. എത്തിക്കൽ ഡിസ്ക്ലെയിമർ: മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയ നിരീക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ എല്ലുകൾക്ക് ബലക്കുറവോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടിയ ശേഷം മാത്രം ഇത്തരം കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ ലഭ്യമാണ്. ഇതിനകം തന്നെ നമ്മുടെ ചാനലിലെ 300ഓളം മെമ്പേഴ്സ് ഈ കോഴ്സ് പ്രയോജനപ്പെടുത്തി അവരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. വെറും 89 രൂപയ്ക്ക് ഈ അവസരം നിങ്ങൾ കളയരുത്. താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി നമ്മുടെ ഫാമിലിയിൽ അംഗമാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആ ഉയരം കുറഞ്ഞ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കൂ. അവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസ്ട്രജൻ കുറയ്ക്കാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.